ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരിച്ചെടുക്കണം. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടെയാണ്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കണം, ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തിളച്ച പാല്, അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് 2 സ്പൂണ് ചോക്ലേറ്റും കൂടെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ സിറപ്പ്. അടുത്ത് നമുക്ക് 3 മുട്ട എടുക്കുക. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതായിരിക്കണം. 3 മുട്ട എടുക്കുക. അതിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരിതായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മുട്ടയ്ക്കൊരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഉണ്ടോ? പഞ്ചസാരയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും 2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അത് നമുക്ക് കുറച്ചായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വിനീഗറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടെ നമ്മുടെ അത് നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടും. കേക്ക് നല്ല ഇതായിട്ട് കിട്ടും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേ എടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്നും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലും എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ എയർ ബബിൾസൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 3/4 കപ്പ് അളവിൽ ഗ്രേറ്റഡ് ചോക്ലേറ്റ് എടുത്തിട്ട്
3 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും ആ വിപ്പിംഗ് ക്രീം ഒന്ന് ബോയിലായി വരുമ്പോഴത്തേക്ക് ആ 3/4 കപ്പ് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. തന്നെ മാറ്റി വയ്ക്കുക. നമുക്ക് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി 2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം സ്റ്റിഫായി വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്ത പാത്രം ഇച്ചിരി ഒന്ന് ചെറുതായിപ്പോയി. കുഴപ്പമില്ല, മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ക്രീം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ കട്ട് ചെയ്ത് 2 ഇതാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് 3 പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ ഞാൻ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് അത് തണുത്തതാണ്. ഇനി അതിൽ നമുക്ക് ഈ കേക്കിനെ സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുക. അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയർ വയ്ക്കുക, സെറ്റാക്കി എടുക്കുക. വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീമും ആ മറ്റേ ഷുഗർ സിറപ്പും കൂടെ ഈ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അബ്സർവായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ തേച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കുക. നല്ലതുപോലെ തണുത്ത് കിട്ടണം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഫ്രഷ് ക്രീം, 1 കപ്പ് തന്നെ ചോക്ലേറ്റ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് പുറത്ത് പോയി രാത്രി വന്നത് കാരണം ഇത് ഗനാഷ് ചെറുതായിട്ടൊന്ന് ഇത് കട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാനത് മെൽറ്റ് ചെയ്യാനായിട്ടൊന്ന് മടി കാണിച്ചു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.